ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ മക്കൾക്കും കൈയ്യറ്റീശോയുടെ സവിധത്തിലേക്ക് പിയോഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം എല്ലാ ദിവസവും വെളുപ്പിന് 3 മണി നേരത്ത് ഉണർന്ന് പ്രസരിപ്പോടെ അല്ലേ നല്ലൊരു ഉറക്കമൊക്കെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ദൈവം നിനക്ക് പ്രത്യേകമായൊരു അനുഗ്രഹം തരും. നിൻ്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകും. നീ പുലർകാലത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഈശോയ്ക്കായിട്ട് ഉണർന്നല്ലോ. ഈശോയ്ക്ക് നിന്നോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. ഒരു കെട്ടിന്ന് ഈശോ അഴിച്ചു തരും. സന്തോഷത്തോടെ നിൽക്കണം. നമ്മളോടൊപ്പം ഉണർന്ന മക്കൾക്കൊക്കെ ഒരു സ്തുതിയില്ലയാളോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമക്കളെ, പ്രഭാതത്തിൽ അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പണ്ടെങ്ങോ ഇറങ്ങിയ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു ചലച്ചിത്രമാണ്. അതിൻ്റെ പേര് അച്ചുവേട്ടൻ്റെ വീടെന്നാണ്. നിങ്ങളിൽ പലരും, പ്രത്യേകിച്ച് സീനിയേഴ്സൊക്കെ അതോർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു തിരക്കഥയാണത്. നമ്മൾ ജീവിതമായിട്ട് വളരെയേറെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലേ ജീവിതഗന്ധിയായൊരു കഥയാണ് അദ്ദേഹം അഫ്രപാളിയിൽ പകർത്തി തന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു ചിത്രം. അതിൻ്റെ ഇതിവൃത്തം ഇതാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, തൊഴിലാളിയായ ഒരു മനുഷ്യൻ, വാടക വീട്ടിൽ കഴിയുന്ന ഒരു മനുഷ്യൻ. അയാൾക്കൊരു സ്വപ്നമുണ്ട്, എന്നെങ്കിലും ഒരു വീട് പണിയണം സ്വന്തമായിട്ട്. അദ്ദേഹത്തിന് അത് വളരെയേറെ ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാത്തിരുന്ന് അവസാനം ഒരു എൻജിനീയറെ കൊണ്ട് മനോഹരമായ ഒരു ചിത്രം വരപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം വരപ്പിക്കുന്നു. മനോഹരമായ ഒരു ഭവനം. ഏതൊരു മനുഷ്യൻ കണ്ടാലും നോക്കി നിൽക്കും അതേപോലത്തെ മനോഹരമായൊരു ഭവനം. അപ്പോൾ അത് സന്തോഷത്തോടെ അത് എടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹം ഭാര്യയും മക്കളെയും ഒക്കെ സ്നേഹത്തോടെ വിളിക്കുന്നു. മക്കളെ, വേഗം വരിക. നിങ്ങൾക്കെല്ലാം ഒരു പ്രശ്നമുണ്ടായിരുന്നല്ലോ, ഒരു സങ്കടമുണ്ടായിരുന്നല്ലോ. സ്വന്തമായൊരു ഭവനം ഇല്ലാത്തവരല്ലേ നമ്മൾ. പക്ഷേ ഇതാ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഞാനിതാ മനോഹരമായ ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പ്ലാനാണിത്. കുട്ടികൾക്ക് സന്തോഷമായി, ഭാര്യയ്ക്ക് ഏറെ ആഹ്ലാദമായി. അവർ മേശയില പിക്ചർ കണ്ടു. അദ്ദേഹം കാണിച്ചു. ഇതാണ് ബെഡ്റൂം, ഇതാണ് പാർലർ, ഇതാണ് പ്രാർത്ഥനാമുറി, ഇതാണ് പഠനമുറി, ഇതാണ് കിച്ചൺ, ഇതാണ് വർക്ക് ഏരിയ. അങ്ങനെ ഒരു വീട്ടിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ മുറികളും സജ്ജമായി. എല്ലാവർക്കും സന്തോഷമായി. ആ ഒരു ചിത്രം അവിടെ കൊണ്ട് തീരുന്നു. അടുത്തത് വേറൊരു രംഗമാണ്. ആഴ്ചകൾക്കിപ്പുറം ഈ മനുഷ്യൻ വീണ്ടും ഈ പ്ലാനും എടുത്തുകൊണ്ട് വരിക. ഭാര്യയെ കാണിക്കുന്നു, മക്കളെ കാണിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നത് എങ്ങനെയാണ്? മക്കളെ, ഇതാണ് ബെഡ്റൂം, ഇതാണ് പ്രാർത്ഥനാമുറി, ഇതാണ് പഠനമുറി, ഇതാണ് കിച്ചൺ, ഇതാണ് വർക്ക് ഏരിയ, ഇത് പാർലർ, ഇത് ഗസ്റ്റ് റൂം. അങ്ങനെ ഒരു വീട്ടിലുണ്ടാകാവുന്ന എല്ലാ മുറികളും വീണ്ടും കാണിക്കുക. അപ്പോൾ ആദ്യത്തെ ആ സന്തോഷം ഇപ്പോഴില്ല. കാരണം പിക്ചർ മാത്രമേ ഉള്ളൂ. വീണ്ടും 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 ഇത് ആവർത്തിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. ഭാര്യയുടെ സന്തോഷം ഇല്ലാതാകുന്നു. ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അപ്പൻ വെറും പ്ലാനും കൊണ്ട് നടക്കുക. സിമെൻറ്റിന് വില കുറഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് സിമെൻറ്റ് അദ്ദേഹം എടുത്തു വെച്ചില്ല. തടിക്ക് വില കുറഞ്ഞപ്പോൾ ഒരു കട്ടളത്തടി അദ്ദേഹം എടുത്ത് മാറ്റി വെച്ചില്ല. കമ്പിക്കും സിമെൻറ്റിനും വില കുറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും എടുത്ത് വെച്ചില്ല. സ്വപ്നം മാത്രം, പ്ലാൻ മാത്രം. അവസാനം അദ്ദേഹത്തിൻ്റെ മരണമാണ്. മരണത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ശവപ്പെട്ടിയുടെ മുകളിൽ ഈ മനോഹരമായ വീടിൻ്റെ ആ ചിത്രത്തോടെ ഈ സിനിമ അവസാനിക്കുക. എന്തൊരു അർത്ഥവത്തായ ഒരു ചിത്രമാണത് അല്ലേ. ഇതെൻ്റെ ജീവിതമാണ്, ഇത് നിൻ്റെ ജീവിതമാണ് അല്ലേ. ഒത്തിരി സ്വപ്നങ്ങളാണ് അല്ലേ. നോർത്ത് നോക്കിയേ, പലപ്പോഴും നമ്മൾ എന്താണ് കൺവെൻഷൻസ്, ധ്യാനം, സെമിനാർ, കോഴ്സുകൾ, പുസ്തകങ്ങൾ എന്തിനെക്കുറിച്ചാണ്?
പ്രാർത്ഥനയെക്കുറിച്ച് പ്രബന്ധങ്ങളാണ്. പ്രാർത്ഥന എന്താണെന്നതിനെക്കുറിച്ചൊരു സ്റ്റഡിയാണ്. മക്കളെ, എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇതാണ് ആ ചോദ്യം, അല്ലേ? എപ്പോഴെങ്കിലും നീ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവവചനം അതും ഇത് തന്നെ. കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, കൺവെൻഷനുകൾ അറ്റൻഡ് ചെയ്യുന്നു, ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, വലിയ വലിയ പ്രബന്ധങ്ങൾ വായിച്ചു കൂട്ടുന്നു. എന്തിനു വേണ്ടിയാ? ദൈവവചനത്തിൻ്റെ ശക്തിയും മഹാത്മ്യവും അറിയാൻ വേണ്ടി. വല്ലപ്പോഴും വായിക്കാറുണ്ടോ? ഇല്ലേ? ഇതെന്തെന്നറിയാനുള്ള വ്യഗ്രതയിൽ നമ്മൾ നെട്ടോട്ട ഓടുകയാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബൈബിൾ തുറന്നിട്ട് ഒരിക്കലെങ്കിലും ഈ ബൈബിൾ മുഴുവനൊന്ന് വായിച്ചു തീർക്കാൻ പറ്റില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും പുതിയ നിയമവും പഴയ നിയമവും വായിച്ചു തീർത്തിട്ടുണ്ടോ നീ? അത് ചെയ്യാതെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? പ്ലാനിങ്ങാണ്. കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, വലിയ വലിയ പ്രബന്ധങ്ങൾ വായിച്ചു തീർക്കുന്നു, ധ്യാനങ്ങൾ കൂടുന്നു. നമുക്ക് സാധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാതെ ഒത്തിരിയേറെ പ്ലാനിങ്ങിലേക്ക് പോകുന്നു. അതൊരു വലിയ ഒരു വിഷയമാണെന്ന് തിരിച്ചറിയുക. ദിവ്യബലി, അതിൻ്റെ മഹാത്മ്യം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഏതൊരു ധ്യാന കേന്ദ്രത്തിലും ദിവ്യബലിയെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടാവും. ഏതൊരു കൺവെൻഷനിലും ദിവ്യബലിയെക്കുറിച്ച് ക്ലാസ്സുകളുണ്ടാവും. എത്രയോ പ്രബന്ധങ്ങൾ, പുസ്തകങ്ങളാണ് ദിവ്യബലിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നമ്മൾ വീണ്ടും 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 പുതിയതറിയാൻ വേണ്ടി പരതുമ്പോൾ ദിവ്യബലി പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത് പോലെ 1 കൊരിന്ത്യർ 11:30 പറയുന്ന പോലെ ദിവ്യബലിക്ക് നീ ഒരുങ്ങിയിട്ടുണ്ടോ? വല്ലപ്പോഴും ശോധന ചെയ്തിട്ട് ബലിക്ക് വരാവുന്നതാണ് പൗലോസ് പറയുക. മനസാക്ഷിയിൽ ചോദിക്കണം, നീ ഇതിന് യോഗ്യനാണോ? അല്ലെങ്കിൽ നീ ബലഹീനനാകും, നീ രോഗിയാകും, നീ മരിക്കുമെന്നാണ് പൗലോസ് പറയുക. ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെയൊക്കെ ജീവിതം ഇതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പ്രബന്ധങ്ങൾ, ദിവ്യബലിയെക്കുറിച്ച് പ്രബന്ധങ്ങൾ, വചനത്തെക്കുറിച്ച് പ്രബന്ധങ്ങൾ. പക്ഷേ പാലം കുലുങ്ങിയാലും കേളൻ അവിടെ തന്നെ നിൽക്കും. പള്ളിമണി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അത് പള്ളി കയറില്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം. നമ്മളിലും ഒരു അച്ചുവേട്ടനുണ്ട്, വെറുതെ സ്വപ്നങ്ങൾ മാത്രം. പൗലോസൊക്കെ വിശ്വാസം ജീവിതത്തിൽ നല്ല ഓട്ടമോടി നല്ല യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മളോടും ചോദിക്കേണ്ടത്, ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമ്മളെന്ത് മാത്രം അധ്വാനിക്കുന്നുണ്ട്. അച്ചുവേട്ടൻ നമുക്കെല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരിക്കട്ടെ. കൈകളൊന്ന് കുട്ടിപ്പിടിച്ച് ഈശോയെ നോക്ക്. അപ്രകാരമുള്ള ഏതെങ്കിലും ബലഹീനതയൊക്കെ നിനക്കുണ്ട്, വെറുതെ പറയുന്ന മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ലാത്ത ഒരാളാണ് നീയെങ്കിൽ ഈശോയെ നോക്കിക്കേ. ആ കെട്ടി ഈശോയിലെ കയ്യിലേക്കൊന്ന് വെച്ച് കൈകൾ നീട്ടിപ്പിടിച്ച്, അല്ലേ? നമ്മൾ പല കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെപ്പോൾ വാതൂരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നല്ലാതെ ഒരു കാര്യം പോലും ചെയ്യില്ല, കിടന്നുറങ്ങിക്കളയും. അങ്ങനെയുള്ള കുടുംബനാഥന്മാരെ ആരെങ്കിലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഈശോയുടെ കെട്ടിലേക്ക് വെച്ചുകൊണ്ട് കൈകൾ നീട്ടിപ്പിടിച്ച് ധൈര്യത്തോടെ ചൊല്ല്, ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി, എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ. ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് നല്ല പ്രസരിപ്പോടെ ഞാൻ ജീവിക്കുമെന്ന് കർത്താവിനോട് പറ. അതിൻ്റെ ഭാഗമായിട്ട് വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ PO ധ്യാന കേന്ദ്രത്തിലേക്ക് രാവിലെ തന്നെ എത്തും. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി സാക്ഷ്യപ്പെടുത്തി എൻ്റെ ഈശോയ്ക്ക് ഞാനൊരു ഉപരിമഹത്വം കൊടുത്തെന്ന് പറഞ്ഞ്, നിൻ്റെ വഴികളെ കർത്താവ് തുറന്നിട്ടുണ്ട്, നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, നിൻ്റെ തൊഴിൽ മേഖലയെ കർത്താവ് അനുഗ്രഹിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊരു വലിയ സദ്വാർത്തയല്ലേ? എത്ര പേർക്ക് നിനക്കിത് കൊടുക്കാൻ പറ്റും? ഇപ്പോൾ തന്നെ ഈശോയോട് പറ, ഞാനിത് അനേകം പേരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ് നിൻ്റെ നാവ് കൊണ്ട് ഈശോയോട് പറഞ്ഞ്, അതല്ലേ ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയ നന്ദി. നിനക്ക് സാധിക്കും, അത്രയും അനുഗ്രഹം നിനക്ക് കിട്ടും. ഈ സദ്വാർത്ത എല്ലാവരോടും പറയണം. വ്യാഴാഴ്ച നമ്മുടെ ശുശ്രൂഷ, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ഉണ്ട്, എല്ലാ ദിവസവും ഇവിടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട്.
ഹോം മിഷനുണ്ട്. നിങ്ങൾ വന്ന് അത് അനുഭവിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ചേർന്ന് നിൽക്കാവൂ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ത്രിയേക ദൈവം നിന്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.